ചിരി വലിയ നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ചിരിക്കണം, പുഞ്ചിരിക്കണം. പുഞ്ചിരി പോലും സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം. പുഞ്ചിരിക്കുന്നത് സദഖയാണെന്ന് പറഞ്ഞു. ആ പ്രവാചകനാ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അമിതമായി ചിരിക്കൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ചിരി നാശത്തിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ചിരിക്കാൻ പാടില്ലാത്ത 6 സ്ഥലങ്ങളുണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വരുമ്പോൾ പട്ടിയുടെ കോലത്തിലായിരിക്കും വരുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ചിരിക്കാൻ പാടില്ലാത്ത, സംസാരിക്കാൻ പാടില്ലാത്ത 6-7 സ്ഥലങ്ങളുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു തോന്നുന്നു. ചിരിക്കാനും സംസാരിക്കാനും പാടില്ലാത്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറും കാട്ടി പോയി നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മളോ അവിടെ പോയി നിന്ന് കോമഡി പറയുന്നവരാ. പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് നമാസ് പറയുന്നവർ അവിടെ പോയി നിന്നിട്ടാ സുവാണോളിയ പെണ്ണുമ്പിള്ള കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടോ എവിടെ താഴെ അവിടെ അവന്റെ വാപ്പാനടി കിടപ്പുണ്ട്, കച്ചവടമൊക്കെ ആയിട്ട് നടന്നാടാ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് നമ്മൾ അവിടെ പോയി നിന്ന തമാശ പറയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം പറഞ്ഞപ്പോഴല്ല. നരകം പറഞ്ഞപ്പോഴോ മരണം പറഞ്ഞപ്പോഴോ ഒന്നുമല്ല, മഹ്ശറ പറഞ്ഞപ്പോഴോ അല്ല. ചങ്ങാതി ഖബറ് കണ്ട താടി കൂടെ ഇങ്ങനെ ഒലിക്കും. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറ് കണ്ടു കഴിഞ്ഞാൽ ഇന്നും ജന്നത്തുൽ ബഖീയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹു ആ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാധാരണ ഒരു സഹാബിയ ഉസ്മാൻ തങ്ങൾ ആരാ? അല്ലാഹുവേ പടച്ചവനെ, തന്റെ വീടിന്റെ അകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറി വന്നു. വാളും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ കയറി പിടിച്ചു, 2 കൈയും വെട്ടിമുറിച്ചു, മുടിയിൽ പിടിച്ചു വലിച്ചിടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് കത്തി കുത്തിക്ക് ഇറക്കി. അവിടുത്തെ നെഞ്ചിടത്തിലേക്ക് താടിയിൽ പിടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കയ്യിലിരുന്ന ഖുർആൻ താഴെയിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ സമയത്തും കയ്യിലിരുന്ന ഖുർആൻ താഴെ വെച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ആ ഖുർആനിലെ ആയത്തിന്റെ മുകളിലാ വീണേ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ മുകളിൽ തന്റെ ശരീരത്തിലെ രക്തം വീണ ആ സഹാബി ഖുർആൻ നെഞ്ചത്ത് വെച്ചിട്ട്, ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഷഹീദായ സഹാബി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ഉസ്മാൻ തങ്ങൾ പള്ളിപ്പറമ്പിലോട്ട് പോയാൽ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ മതി നിലവിളിക്കും. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ കണ്ടാ കരയും. കരയണം സഹോദര ഖബർ കണ്ടാൽ. കാരണം അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലം മുഴുവനും രക്ഷപ്പെട്ടു. അവിടെ പരാജയപ്പെട്ടാൽ പോയി ബാക്കിയുള്ള സർവ്വ സ്ഥലങ്ങളും പരാജയപ്പെടും. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവിടെ പരാജയപ്പെട്ടു പോയാൽ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് മരിച്ചവനാണെങ്കിലും, വെള്ളിയാഴ്ച രാവി മരിച്ചവനാണെങ്കിലും, ഹാഫിൾ ആണെങ്കിലും, ആലിമാണെങ്കിലും, എത്ര വലിയ കുത്തുബുൽ അഖ്താബ് ആണെങ്കിലും പള്ളിക്കാട്ടി ചെല്ലുമ്പോ ഖബർ ഞെരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ടുവച്ച ആരായാലും ഖബർ ഞെരുക്കും. അങ്ങനെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടും. ആരാ സഹാബി? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല. ഖബറിൽ കൊണ്ട് ഈ സഹാബിയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. ആ സഹാബി മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങി. സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന 6-7 വർഷം മുസ്ലിമായി, 50 വർഷമല്ല, ഏകദേശം 31-ാമത്തെയോ 32-ാമത്തെ വയസ്സിലാ മുസ്ലിമായി. 7 കൊല്ലം 6-7 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി.
അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബിയുടെ ജനാസ മലക്കുകളാ ചുമന്നുകൊണ്ട് പോയ പള്ളിപ്പറമ്പിൽ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ മുത്തുനബി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പറ സഹാബ സുബ്ഹാനല്ലാഹ്, എല്ലാവരും സുബ്ഹാനല്ലാഹ് പറയുക, എല്ലാവരും ദിക്റുകൾ പറയുകയാ. മുത്ത് അത്ഭുതം കാണാതെ പ്രവാചകൻ അങ്ങനെ പറയാറില്ല. സഹാബികൾ ചോദിച്ചപ്പോ പറഞ്ഞു, സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചപ്പോ ഖബർ രണ്ടു ഭാഗത്ത് നിന്നും അടുത്തു വന്നു സഹാബ. അവിടെ നിന്ന് ഖബർ രണ്ടു ഭാഗത്ത് നിന്ന് അടുത്തിങ്ങനെ വന്ന് ഞെരുക്കി. അത് കണ്ടപ്പോ ഞാൻ വിളിച്ചതാ സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ വാഴ്ത്തിയപ്പോഴാ ഖബർ വിട്ടതെന്ന്. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആ സഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബിഗുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ പോയി നിന്ന തമാശ പറയുന്ന എത്ര പേരാപ്പ. ഓഹ്, മയ്യത്തൊക്കെ അടക്കുന്നവൻ കണ്ട വീഡിയോയും പിടിച്ചോണ്ട് അടക്കണേ. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് പള്ളിപ്പറമ്പിലൊക്കെ കബറുകള് മയ്യത്തുകൾ കബറടക്കുന്ന സമയത്ത് മൊബൈലും വെച്ചോണ്ട് ഒരുത്ത നിൽക്കാല് പിടിക്കാൻ. ആരെ കാണിക്കാനാ? ഇതൊക്കെ ആരെ കാണിക്കാനാ? നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ എവിടെ പോയി നിന്ന് ഇത് ആരെ കാണിക്കാൻ? പള്ളിപ്പറമ്പിൽ പോയി നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നവരുണ്ട്. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്തവന്റെ തലയിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുടെ ഇല പറിച്ച് കളിക്കാൻ. ഇങ്ങനെ അൽഹംദുലില്ലാഹ് അവിടെ പള്ളിപ്പറമ്പിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ എടാ പറയുന്നുണ്ട്, നടന്നോടാ സിറാജ്, ഞാൻ കാണിച്ചു തരാൻ നിന്നെ. എന്നോട് പറയാ, പള്ളിക്കറമ്പ് പറയുന്നുണ്ട്, എടാ നടന്നോടാ എന്റെ മുകളിലൂടെ. എന്റെ തനി ഗുണം എന്താണെന്ന് നിനക്ക് അറിയുന്നൊരു ദിവസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോയി നിന്ന് സംസാരിക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയെങ്കിലും പോകുമ്പോ ശ്രദ്ധിച്ചോണം കേട്ടോ. നേരത്തൊക്കെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ പോവോ ഉസ്താദ് ആരെങ്കിലും ദുആ ചെയ്യാനൊക്കെ? ഇപ്പൊ എല്ലാം ഓടോ കൊറോണ, അവിടെയും കൊറോണ എന്ന് തോന്നുന്നു. പള്ളിപ്പറമ്പിൽ പല പള്ളികളിൽ ഇങ്ങനെ കാണും. ഒന്ന് കാടൊക്കെ വെട്ടിച്ചു വിടണം കേട്ടോപ്പാ. അത്യാവശ്യമായിട്ട് കാടൊക്കെ ഞാൻ ഇന്ന് പോയി നോക്കി, ഒന്ന് കാടൊക്കെ ഒന്ന് വൃത്തിയാക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും അല്ലേ ഇപ്പൊ? ഇനിയിപ്പോ എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ചാൽ മതി, അതിനാണെന്നും വേണ്ട. പള്ളിക്കാടെന്ന് പറഞ്ഞാൽ ഇതാ, ചില കാടുകൾ കണ്ടാൽ തന്നെ പള്ളിക്കാട് ചില കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെളുത്ത് ബീജാങ്കല്ലുകൾ മാത്രം കാണാം, വെളുത്തിരിക്കാം. പള്ളിക്കാടെന്ന് പറയുമ്പോൾ കാട് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞ് കാട് പിടിച്ച് കിടക്കാനല്ല, ഒന്ന് വൃത്തിയാക്കിയൊക്കെ വേണം ഇടയ്ക്കിടയ്ക്ക്. ശരി, അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആരൊക്കെ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നു അവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പടച്ചവനെ, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് സംസാരിക്കാനും പാടില്ല. 40 വർഷത്തെ അമരം നഷ്ടപ്പെടുമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അവിടെ നിന്ന് ചിരിക്കാൻ പാടില്ല. 2, ഖുർആൻ ഓതുന്ന സമയത്ത് നിനക്ക് ഫോൺ വന്നോ, വിളിക്കണോ, സംസാരിക്കണോ, സദഖല്ലാഹു മൗലാനൽ അലീം, മടക്കി വെച്ചേക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കണം. ആരാപ്പ നോക്കുക? തുറന്നു വെച്ചിട്ടങ്ങ് വാഴ്ന്നു പറയല്ലേ. എടാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് സംസാരിക്കണം. ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പം മടക്കിക്കൊള്ളണം. പിന്നെ ഒന്ന് ബിസ്മി പറയണമെന്നല്ലേ ഉള്ളൂ. അത് നൂത്തുവെച്ചുകൊണ്ട് സംസാരിക്കുക. സുഖം അവിടെ ഇരുന്നുകൊണ്ട് തമാശ പറയുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ചിരിക്കുക അല്ലേ? പുള്ളന്മാരൊക്കെ നിസ്കരിക്കുമ്പോ തറാവിയൊക്കെ ഇരിക്കുമ്പോ അങ്ങോട്ടൊരു തട്ട് ഇങ്ങോട്ടൊരു തട്ട്, അത് നോക്കടാ, അത് കണ്ടോടാ, അത് കണ്ടോ. ഇതൊക്കെ തന്നെ നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കളിയും ചിരിയും തമാശയും നാശത്തിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുമ്പോഴുള്ള സംസാരവും ചിരിയും നല്ലതല്ല. നമ്മളപ്പ എവിടാപ്പ ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, മദ്രസയിൽ 2ാം ക്ലാസ്സിൽ എങ്ങാണ്ടുണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആക്കിബത്ത് മോശമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആര് സംസാരിക്കുന്നു അവന്റെ മരണം നാക്ക് പൊങ്ങൂല എന്ന് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പണ്ടൊക്കെ അള്ളാഹു പടച്ചവനെ ഈ പള്ളികളിൽ കണ്ടിട്ടുണ്ട്. ഒതുവെടുത്തോണ്ടിരിക്കുന്നവര് ബാങ്ക് വിളിച്ച അപ്പം നിർത്തിക്കളയും, ഒതുവെടുക്കത്തില്ല. കാരണം എന്ത്? ആ ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്റും ദുആയും പറയാനുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു പാവകാരിയാണ്. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന നാശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മുടെ നാക്കു പൊങ്ങൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനാസ കൊണ്ടുവരിക, മയ്യത്ത് കൊണ്ടുവരുമ്പോ ഒരു വലിയ ഒരുത്തനെ 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൈക്കിലൊക്കെ പുറകെ ഇരുന്നിട്ട് എന്നാ തമാശ പറഞ്ഞിട്ട് വെറുതെ ചിരിച്ചും കളിച്ചു. മുന്നിൽ മയ്യത്ത് കൊണ്ടുപോകുന്നു, ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നവനും ചിലപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടാ വരിക.
അപ്പം പിന്നെ വണ്ടിയിലാണല്ലോ കൊണ്ടുപോകണം. പിന്നെ എല്ലാവരും ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ തമാശകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സമയത്തുള്ള സംസാരവും ചിരിയും നല്ലതല്ല. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലിമീങ്ങൾ, ഉസ്താദന്മാർ, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നസീഹത്തൊക്കെ നടത്തുമ്പോൾ അവരുടെ മുന്നിൽ ഇരുന്നിട്ട് കളിയും ചിരിയും നല്ലതല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.